പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മതേതര ജനാധിപത്യ കേരളത്തിന്റെ തൂമന്ദഹാസം. നൂറ്റാണ്ടുകളായി ഒരു സമൂഹത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ വഴിവെളിച്ചമേകുന്ന പ്രകാശഗോപുരമായ കൊടപ്പനക്കൽ തറവാട്ടിലെ വർത്തമാനകാല നായകൻ. തലവാചകങ്ങളിട്ട് വേർതിരിവുകളുടെ കള്ളികൾ വരക്കുന്ന അകറ്റലുകളുടെ കാലുഷ്യത്തിന് പകരം ചേർത്തു പിടിക്കലിന്റെ ആതിരേക മന്ത്രങ്ങളോതുന്ന തങ്ങൾ. തിരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും അനൈക്യത്തിന്റെ വിളവെടുപ്പിന് മണ്ണൊരുക്കരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾ പഠിപ്പിച്ച മുദ്രാവാക്യം. കായിദേ മില്ലത്തും ബാഫക്കി തങ്ങളും സ്വന്തം പിതാവും പിന്നീട് ജ്യേഷ്ഠ സഹോദരന്മാരിലൂടെയും കൈമാറിക്കിട്ടിയ ഹോണറബിൾ എക്സിസ്റ്റൻസിന്റെ ദീപസ്തംഭത്തിന് കാവലിരിക്കുമ്പോഴും അപരാസ്വസ്ഥതകൾക്ക് ഒരു നിലക്കും കാരണങ്ങൾ ഉണ്ടാവരുതെന്ന വാശിയാണ് സ്വാദിഖ് അലി തങ്ങളെ മൈത്രിയുടെ മജീഷ്യനാക്കുന്നത്. പാണക്കാടിൻ്റെ ചെരുവിലൂടെ ഒഴുകുന്ന കടലുണ്ടിപ്പുഴയിൽ ജലഗണങ്ങൾ എത്രയോ ഒഴുകി അകന്നിരിക്കുന്നു. കാലത്തിൻ്റെ ക്യാൻവാസിൽ അവിടെ വിരിഞ്ഞ പരിഹാരങ്ങളുടെ പുഷ്പഹാരങ്ങൾ മനോഹരമായി ഇപ്പോഴും തുടിക്കുന്നുണ്ട്. കൊടപ്പനക്കലെ മണ്ണ് പുരണ്ടപ്പോഴാണ് സമുദായത്തിൻ്റെ സംഘശക്തികളുടെ വേരുകൾ ബലം നേടിയത്. കാലവും സമുദായങ്ങളും തീരുമാനങ്ങളെടുക്കാൻ നിയോഗിക്കുമ്പോൾ ശരിയുടെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കാൻ പൂക്കോയത്തങ്ങളുടെ പുത്രന് സാധിക്കുന്നത് ഉള്ളിലുള്ള അസാധ്യമായ കരുത്തുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായ എതിർപ്പുകൾക്ക് വിദ്വേഷത്തിൻ്റെയോ അസഹിഷ്ണുതയുടെയോ മറുപടികളേയില്ല. 5 അംഗങ്ങളുമായി ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗ് അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അത് സ്വാദിഖ് അലി തങ്ങളുടെ നേതൃപാടവത്തിൻ്റെ കൂടി മഹിമയുടെ പെരുമയാണ്. ഡൽഹിയിൽ ഒരു ആസ്ഥാന കേന്ദ്രം പാർട്ടിക്കായി പണിയാൻ മുന്നിൽ നിൽക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളുടെ മഴവില്ലുകളാണ് തങ്ങൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏടുകളിലേക്ക് തുന്നിച്ചേർക്കുന്നത്. മാറിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ജനതയുടെ നേതാവായി ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും തങ്ങൾ നിത്യസാന്നിധ്യമാകുമ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയവും കരുത്തനായ ഈ നേതാവിലൂടെ ദിശാബോധം വീണ്ടെടുക്കുന്നു.